നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. RRB ഗ്രൂപ്പ് ഡി അപ്ലൈ ചെയ്യുന്ന പ്രോസസ്സിലായിരിക്കും നിങ്ങൾ. ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് വെപ്രാളങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും. അവിടെ എല്ലാം നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഓരോ വീഡിയോസ്, അപ്ഡേറ്റ് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോണിന്റെ സംശയങ്ങൾ തീർക്കാൻ വേണ്ടി സോൺ ഏത് പ്രിഫർ ചെയ്യുന്നുള്ള വീഡിയോ, പോസ്റ്റിന്റെ എല്ലാ കാര്യങ്ങളും, തസ്തികളെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് അനാലിസിന്റെ വീഡിയോ, അതുപോലെ മെഡിക്കൽ സ്റ്റാൻഡേർഡ്സുമായിട്ട് ബന്ധപ്പെട്ട സംശയത്തിന് വേണ്ടി മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന്റെ വീഡിയോ, അതുപോലെ മാൻഡേറ്ററി ഡോക്യുമെന്റ്സ് SC സർട്ടിഫിക്കറ്റ്, OBC സർട്ടിഫിക്കറ്റ്, EWS സർട്ടിഫിക്കറ്റ്, ഇതെല്ലാം എവിടെ നിന്നാണ് ഒപ്പിക്കേണ്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട ഡാറ്റാസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അപ്ഡേറ്റ് വീഡിയോ മാൻഡേറ്ററി ഡോക്യുമെന്റിനെ പറ്റി തന്നിട്ടുണ്ട്. ഇനിയും വീഡിയോസ് വരുന്നുണ്ടാവും. നിങ്ങൾ പറയുന്ന അനുസരിച്ച്, നിങ്ങളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് ഇനിയും അപ്ഡേറ്റ് വീഡിയോസ് വരുന്നുണ്ടാവും. നമ്മൾ ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ അതിന്റെ ഒരു സമയം കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ട ഒരു സമയമാണ് ഇനി വരുന്നത്. നമ്മൾ എത്രയും പെട്ടെന്ന് RRB ഗ്രൂപ്പ് ഡിക്ക് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. RRB ഗ്രൂപ്പ് ഡിക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നമ്മൾ ഈ പറയുന്ന വീഡിയോയിലെല്ലാം പറയുന്നുണ്ട്, നമ്മൾ 25-ാം തീയതി നമ്മൾ RRB ഗ്രൂപ്പ് ഡിയുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുമെന്ന്. ഇന്ന് 25-ാം തീയതി RRB ഗ്രൂപ്പ് ഡി സക്സസ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് പറയാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. RRB ഗ്രൂപ്പ് ഡി ബാച്ച് നമ്മൾ നേരെ ഒരു കോഴ്സായിട്ട് ലോഞ്ച് ചെയ്യല്ല. കോഴ്സ് ലോഞ്ച് ചെയ്യുന്നതിന്റെ കൂടെ തന്നെ ആദ്യത്തെ 2 ആഴ്ചത്തെ ക്ലാസ്സുകൾ, ഷെഡ്യൂൾ ഉൾപ്പെടെ, ടെസ്റ്റുകൾ ഉൾപ്പെടെ, ആഡ് ഓൺ മെറ്റീരിയൽസ് ഉൾപ്പെടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. ഓക്കെ, 2 രീതിയിലാണ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക. ഞാൻ തുടക്കത്തിലേ പറയാം എങ്ങനെ ക്ലാസ്സുകൾ കാണാൻ പറ്റുകയെന്ന്. അവസാനം വരെ കാണാത്ത കുട്ടികൾക്ക് ആദ്യമേ തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ക്ലാസ്സുകളെല്ലാം ഡെയിലി ബേസിൽ ഇനിയുള്ള 2 ആഴ്ച യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 2 വീക്കിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ വരുന്നുണ്ടാവും. ആ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട ഡെയിലി ടെസ്റ്റുകളും ആഡ് ഓൺ മെറ്റീരിയൽസും എവിടെ വരുന്നുണ്ടാവും? നമ്മുടെ സ്കോർ അക്കാഡമിയുടെ ആപ്പിൽ വരുന്നുണ്ടാവും. 2 വഴിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ ക്ലാസ്സുകളും ടെസ്റ്റുകളും ഉപയോഗിക്കാം. യൂട്യൂബിൽ ക്ലാസ്സുകൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ, ടെസ്റ്റുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ സ്കോർ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്താൽ നിങ്ങൾക്ക് ക്ലാസ് കാണാം, അതിന്റെ കൂടെ ടെസ്റ്റുകൾ കാണാം, നമ്മുടെ ആഡ് ഓൺ ആയിട്ടുള്ള മെറ്റീരിയൽസും അവിടെ കാണാം. ഓക്കെ, ഇതിനായി നിങ്ങൾ എന്ത് ചെയ്യാം? സ്കോർ അക്കാഡമിയുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഈ പറയുന്ന RRB ഗ്രൂപ്പ് ഡി 2 വീക്ക് ഫ്രീ കോഴ്സ് അവിടെ നിന്ന് ആക്സസ് ചെയ്യാം. ഓക്കെ, എന്തൊക്കെയാണ് ഈ കോഴ്സിൽ ഉണ്ടാവുക? ഞാൻ ഈ പറയുന്ന പോലെ നാളെ ഞായറാഴ്ച മുതൽ അടുത്ത ശനിയാഴ്ച വരെയുള്ള ഷെഡ്യൂള് ഇപ്പൊ അതിൽ കാണാം. അതിൽ ആദ്യത്തെ 3 ദിവസങ്ങള് ജനറൽ അവയർനെസ്, ജനറൽ സയൻസ്, മാത്സ്, GK, സയൻസ്, മാത്സ്, ഈ 3 വിഷയങ്ങളുടെയും ഓറിയന്റേഷൻ ആയിട്ട് 3 ദിവസങ്ങൾ വരുന്നുണ്ടാവും. ബാക്കി എല്ലാ ദിവസങ്ങളിലും ക്ലാസ്സുകൾ വരുന്നുണ്ടാവും. ഫസ്റ്റ് ദിവസം ജോഗ്രഫിയുടെ ക്ലാസ്, ഹിസ്റ്ററി ക്ലാസ്, പിന്നെ അടുത്ത ചൊവ്വാഴ്ച ആകുമ്പോൾ മാത്സിന്റെ ക്ലാസ്, ബുധനാഴ്ച റീസണിംഗ് ക്ലാസ്, വ്യാഴാഴ്ച ഫിസിക്സ് ക്ലാസ്, ഫ്രൈഡേ എക്കണോമിക് ക്ലാസ്, സാറ്റർഡേ പൊളിറ്റി ക്ലാസ്. നമ്മുടെ ആപ്പില് 8 മണിയാവുമ്പോൾ ഇതിനെല്ലാത്തിന്റെയും ഡെയിലി ക്വിസ് വരുന്നുണ്ടാവും. ഓക്കെ, എല്ലാ ഞായറാഴ്ചകളിലും 11 മണിക്ക്, എല്ലാ ഞായറാഴ്ചകളിലും, ഞായറാഴ്ച ക്ലാസ്സുകൾ വരുന്നുണ്ടാവില്ല, ഞായറാഴ്ച 11 മണിക്ക് ഈ ആഴ്ചയിൽ പഠിച്ചതെല്ലാം റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീക്ക്ലി ടെസ്റ്റ് വരുന്നുണ്ടാവും. ഓക്കെ, പിന്നെ എന്താ, വീക്ക്ലി കറണ്ട് അഫെയറിന്റെ ക്ലാസ് എല്ലാ വ്യാഴാഴ്ചയും ഉണ്ടാവും. നമ്മുടെ കോഴ്സിൽ എല്ലാ വ്യാഴാഴ്ചയും ആ ആഴ്ചത്തെ കറണ്ട് അഫെയർ പഠിപ്പിക്കുകയും ചെയ്യും, അതിന്റെ ഒരു മെറ്റീരിയൽ തരുന്നുണ്ടാവും. ഇതെല്ലാം ആപ്പിലാണ് കിട്ടുക. ഓക്കെ, നമ്മുടെ യൂട്യൂബിന്റെ ഷെഡ്യൂളാണിത്. ഈ ഷെഡ്യൂള് പ്ലസ് ടെസ്റ്റ് പ്ലസ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആപ്പിലും കിട്ടും. അത് ഓർത്തു വയ്ക്കുക. എങ്ങനെ നമ്മൾ ക്ലാസ്സുകൾ അവതരിപ്പിക്കാൻ നിങ്ങളുടെ മുമ്പിൽ നേരെ ഒരു ക്ലാസ് എടുത്തിട്ടാണോ? അല്ല, ഒരു ക്ലാസ് ഏത് വിഷയവും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ആ വിഷയത്തെ പഠിപ്പിച്ചു തരാൻ വേണ്ടി നമ്മുടെ കയ്യിൽ ഒരു സ്ട്രാറ്റജി ഉണ്ട്. എന്താണ് സ്ട്രാറ്റജി? ഒരു 3 ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. ആദ്യം നിങ്ങൾക്ക് ഒന്നും അറിയില്ലാത്ത ഒരു ബേസിക് നോളജ് മാത്രമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കും. ഒരു ആവറേജ് സ്റ്റുഡന്റ് പഠിക്കാൻ തുടങ്ങാൻ പോവാണ്. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് നമ്മുടെ മനസ്സിലുള്ള കുട്ടി, ഐഡിയൽ സ്റ്റുഡന്റ്. ആ സ്റ്റുഡന്റിന് വേണ്ടിയിട്ട് ആദ്യം അയാൾക്ക് വേണ്ട ബിഗിനർ ലെവലിലുള്ള ഫണ്ടമെന്റൽ ടോപ്പിക്സ് ഏറ്റവും താഴെ ലെവലിൽ, ഏറ്റവും ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് അയാളെ പഠിപ്പിക്കും. അതിനുവേണ്ടി നമ്മൾ NCERT ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടാവും, മാത്സിൽ ഫണ്ടമെന്റൽ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടാവും. ആദ്യം നമുക്ക് NCERT ക്ലാസ്സുകൾ വെച്ച് ബിഗിൻ ചെയ്യാം, അല്ലെങ്കിൽ മാത്സിലെ ഫണ്ടമെന്റൽ ക്ലാസ് വെച്ച് ബിഗിൻ ചെയ്യാം. ഫണ്ടമെന്റൽ ക്ലാസ്സുകൾ ആദ്യം തരുന്നുണ്ടാവും. പിന്നെ ആ കൺസെപ്റ്റിനെ കൂടുതൽ ആഴത്തിൽ അറിയാൻ വേണ്ടിയിട്ട് കൺസെപ്റ്റ് ക്ലാസ്സുകൾ. ഓക്കെ, കുറച്ചും കൂടെ നല്ല ക്ലാസ്സുകൾ, അതായത് വളരെ എലിമെന്ററി ലെവലിൽ നിന്ന് കുറച്ചുകൂടെ നല്ല ക്ലാസ്സുകൾ, ആഴത്തിൽ ഓരോ വിഷയവും പഠിക്കാൻ. അത് പൊളിറ്റിക്സ് ആയിക്കോട്ടെ, അത് എക്കണോമിക്സ് ആയിക്കോട്ടെ, അത് ജോഗ്രഫി ആയിക്കോട്ടെ, അതിന് ആഴത്തിലുള്ള ക്ലാസ്സുകൾ വരുന്നുണ്ടാവും. ഓക്കെ, മാത്തമാറ്റിക്സ് ആണെങ്കിൽ ടൈം ആൻഡ് വർക്ക്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, അതുപോലെ LCM, HCF, അതുപോലെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്യിച്ചുകൊണ്ടുള്ള ചോദ്യങ്ങൾ കൺസെപ്റ്റിൽ വരുന്നുണ്ടാവും. അത് കഴിഞ്ഞാൽ നിങ്ങളൊരു ലെവൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും? കുറെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ, കുറെ RRB ഗ്രൂപ്പ് ഡി മാത്രമല്ല, RRB NTPC, CGL, CHSL ഇതുപോലെയുള്ള RRBയും ഓൾ ഇന്ത്യയിലും നടത്തുന്ന പരീക്ഷകളുടെ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള റിവിഷൻ ക്ലാസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതല്ല പുതിയ ക്വസ്റ്റ്യൻസും വെച്ചിട്ടുള്ള റിവിഷൻ ക്ലാസ്സും വരുന്നുണ്ടാവും. ഇങ്ങനെ 3 തലത്തിലായിരിക്കും പഠിക്കുക. ലൂപ്പ് ഹോളുകളൊന്നും ഇല്ലാതെ, കൂടുതൽ വാഗ്ദാനങ്ങളൊന്നും തരാതെ, ക്ലാസ്സും ടെസ്റ്റും.
നമ്മൾ ക്ലാസ് കൊണ്ട് നമ്മുടെ കൺസെപ്റ്റുകളെല്ലാം പഠിച്ച് മനസ്സിലേക്ക് വരിക, ടെസ്റ്റുകളെ വെച്ചിട്ട് പരീക്ഷകളെ വെച്ചിട്ട് അനലൈസ് ചെയ്യുക. അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ വേണ്ടേ? ഒരു പരീക്ഷ എഴുതി ജയിക്കല്ലേ വേണ്ടേ? സോ നമ്മൾ എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ പഠിച്ചതിനെ ഓർത്തിരിക്കുന്നുണ്ടോ, ഞാൻ പഠിച്ചതെല്ലാം കറക്റ്റ് ആണോ എന്ന് ഓർത്ത് വയ്ക്കാൻ, അല്ലെങ്കിൽ എന്ന് എനിക്ക് പരീക്ഷിച്ചു നോക്കാൻ ഏറ്റവും നല്ല കാര്യം എന്താ? ഒരു പരീക്ഷ എഴുതലാണ്, ഒരു ടെസ്റ്റ് എഴുതലാണ്. അൾട്ടിമേറ്റ്ലി നമുക്ക് എന്താ വേണ്ടേ? ഞാൻ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ കോൺഫിഡന്റ് ആയിട്ട് പോകണം. സോ അവിടെ ഞാൻ എന്ത് ചെയ്യണം? കൂടുതൽ പരീക്ഷകൾ ട്രൈ ചെയ്യണം, കൂടുതൽ ടെസ്റ്റുകൾ എഴുതണം. സോ ഈ ക്ലാസിന്റെ എല്ലാം കൂടെ ഡെയിലി ബേസിസിലും വീക്ക്ലി ബേസിസിലും മന്ത്ലി ബേസിസിലും ദിവസം തോറും പഠിപ്പിച്ച ക്ലാസ്സുകളുടെ ടെസ്റ്റ് ഉണ്ടാവും, ആഴ്ചയിൽ പഠിപ്പിച്ച ക്ലാസ്സുകളുടെ ടെസ്റ്റ് ഉണ്ടാവും, റിവിഷൻ ടെസ്റ്റ് മന്ത്ലി ബേസിലും ഉണ്ടാവും. ഓക്കെ, നമുക്ക് ഓരോ വിഷയങ്ങളെ നോക്കാം. നമ്മൾ ആദ്യമായിട്ട് GK അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എടുക്കാണ്. ജനറൽ അവയർനെസ് ഏതൊക്കെയാണ്? ഹിസ്റ്ററി, പൊളിറ്റി, എക്കണോമിക്സ്, ജോഗ്രഫി, ഇങ്ങനെയുള്ള വിഷയങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം NCERT ക്ലാസ്സുകൾ വരുന്നുണ്ടാവും. NCERTയിൽ എല്ലാം കവർ ചെയ്യപ്പെടുന്നില്ല. NCERT എന്താ? നമ്മുടെ CBSEയുടെ ബുക്കാണ്. 6ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ആവശ്യമുള്ള ചാപ്റ്റേഴ്സ്, പരീക്ഷയുടെ റിലവൻസ് ഉള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിന്റെ കൂടെ തന്നെ ആ ചാപ്റ്റേഴ്സിന്റെ, ഫോർ എക്സാമ്പിൾ നമ്മൾ സോളാർ സിസ്റ്റം പഠിക്കുകയാണ്. ഓക്കെ, നമ്മൾ സൂര്യനെ പറ്റിയും ചന്ദ്രനെ പറ്റിയും ബാക്കി ഗ്രഹങ്ങളെ പറ്റി പഠിക്കുമ്പോൾ NCERTയിൽ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. നിങ്ങൾക്ക് ജനറൽ അവയർനെസ്സിന് ഓറിയന്റേഷനിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും, അത് പഠിക്കും. അതിന്റെ കൂടെ അതല്ലാതെ ഒരു പടി മുകളിൽ പഠിക്കണം. ഒരു പടി മുകളിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. NCERT എന്തായാലും പഠിക്കുക, ഒരു പടി മുതൽ കോൺസെപ്റ്റ് ക്ലാസ് പഠിക്കുക. ഇനി ഞാൻ പഠിച്ചതെല്ലാം എനിക്ക് ഓർമ്മ ഇരിക്കുന്നുണ്ടോ, ഞാൻ പഠിച്ച പോലെ ആണോ പഠിക്കേണ്ടത്, അങ്ങനെ ആ ഡീറ്റെയിലാണോ കോൺസെൻട്രേറ്റ് ചെയ്യണത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി റിവിഷൻ ക്ലാസ്സുകൾ ഉണ്ടാവും. കൂടുതൽ ചോദ്യങ്ങൾ ചെയ്യിപ്പിക്കും. അത് ഗ്രൂപ്പ് ഡിയുടെ ചോദ്യങ്ങൾ, ALPയുടെ ചോദ്യങ്ങൾ, RRB NTPCയുടെ ചോദ്യങ്ങൾ, RRB CHSന്റെ ചോദ്യങ്ങൾ, SSC CHSന്റെ ചോദ്യങ്ങൾ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ വെച്ച് റിവിഷൻ ക്ലാസ്സുകളും തരും. അങ്ങനെ നമ്മൾ ജനറൽ അവയർനെസ് കവർ ചെയ്യുക. ബേസിക്കലി നമ്മൾ ഫണ്ടമെന്റൽസ്, കൺസെപ്റ്റ്, റിവിഷൻ, അത് മൂന്നും ഇവിടെ കവർ ചെയ്യും. മാത്സിനും റീസണിങ്ങിനും സെയിം കാര്യങ്ങൾ ചെയ്യും. ഫണ്ടമെന്റൽ ക്ലാസ് കൂട്ടാനും കുറയ്ക്കാനും മൾട്ടിപ്ലൈ ചെയ്യാനും LCM കണ്ടുപിടിക്കാനും ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഡിവിഷൻ ചെയ്യുമ്പോൾ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൽ എത്ര റിമൈൻഡർ വരും, ഇതുപോലുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഫണ്ടമെന്റൽ ക്ലാസ്സിൽ ഉണ്ടാവും. കുറച്ചും കൂടെ കൺസെപ്റ്റ് വേണ്ടതുണ്ടല്ലോ. പ്രോഫിറ്റ് ആൻഡ് ലോസ്, ലാഭവും നഷ്ടവും കണക്കാക്കുക, ടൈം ആൻഡ് വർക്ക്, ജോലിയും സമയവും, അതുപോലെ ടൈം ആൻഡ് ഡിസ്റ്റൻസ്, ഇത്ര ദൂരം പോകുമ്പോൾ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്തു, അതുപോലുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ, കുറച്ചുകൂടെ കൺസെപ്റ്റ് ഇൻവോൾവ് ആയിട്ടുള്ള, കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങേണ്ട ചോദ്യങ്ങൾ അത് കഴിഞ്ഞ് പഠിപ്പിക്കുന്നുണ്ടാവും. അവസാനം ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വർക്ക് ബുക്ക് നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അതൊരു മാഷ് നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്യുന്നുണ്ടാവും. ഒരു സാറ് നിങ്ങൾക്ക് വർക്ക് ബുക്ക് തന്നെ നിങ്ങൾ ഒഴിവാക്കി വിടല്ല, ഒരു സാറ് നിങ്ങളുടെ കൂടെ നിന്നിട്ട് ഈ വർക്ക് ബുക്ക് ചെയ്ത് കാണിക്കുന്നുണ്ടാവും. ഇങ്ങനെയാണ് മാത്സിന്റെയും റീസണിങ്ങിന്റെയും പോവാം. രണ്ടും ചെയ്തു നോക്കേണ്ട പരീക്ഷകളല്ലേ, തിയറി പരീക്ഷകളല്ലല്ലോ. നമ്മൾ പേനയും പേപ്പറും എടുത്ത് എഴുതി പഠിക്കേണ്ട പരീക്ഷകളാണ്. അതിന് വർക്ക് ബുക്ക് ഉണ്ടാവും. ജനറൽ അവയർനെസ്സിന് റിവിഷൻ ക്ലാസ് ഉണ്ടാവുക. ഇവിടെ വർക്ക് ബുക്ക് ബേസ് ചെയ്തിട്ട് വർക്ക് ബുക്ക് കാണിച്ചതുകൊണ്ട് സാറ് ചെയ്ത് കാണിക്കും. നമ്മൾ ഓൾറെഡി ചെയ്തിട്ട് വരാ, സാർ നമ്മുടെ കൂടെ നിന്ന് ചെയ്ത് കാണിക്കും. ഇങ്ങനത്തെ ക്ലാസ്സുകളും ഉണ്ടാവും. ഓക്കെ, സോ ബേസിക്കലി ജനറൽ അവയർനെസ്സിന്റെയും മാത്തമാറ്റിക്സിന്റെയും ക്ലാസ്സുകൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടാവും. ഓക്കെ, ഇനി പ്രാക്ടീസ് ടെസ്റ്റുകൾ എങ്ങനെ വരാ? ഡെയിലി ബേസിൽ ടെസ്റ്റുകൾ ഉണ്ടാവും, വീക്ക്ലി ടെസ്റ്റുകൾ ഉണ്ടാവും, മന്ത്ലി ടെസ്റ്റുകൾ ഉണ്ടാവും. അതന്ന് പഠിച്ചത്, ആഴ്ചയിൽ പഠിച്ചത്, മാസത്തിൽ പഠിച്ചത്. പിന്നെയോ ഒരു സബ്ജക്ട് തീരുന്ന മുറയ്ക്ക് സബ്ജക്റ്റിന്റെ പാർട്ട്, സബ്ജക്ട് പകുതിയാകുമ്പോൾ സബ്ജക്റ്റിന്റെ കുറച്ച് കാര്യങ്ങൾ വെച്ച് ടെസ്റ്റ് ഉണ്ടാവും, സബ്ജക്ട് ഫുൾ ടെസ്റ്റ് വേറെയും ഉണ്ടാവും. പിന്നെ മോക്ക് ടെസ്റ്റ്. ഒരു പരീക്ഷയ്ക്ക് എത്തുമ്പോൾ ജനറൽ അവയർനെസ്സിന് 25 ചോദ്യങ്ങൾ, മറ്റേ നമ്മുടെ സയൻസിന്റെ ചോദ്യങ്ങൾ, മാത്സിന്റെ ചോദ്യങ്ങൾ, റീസണിന്റെ ചോദ്യങ്ങൾ, ഇതിന് എത്ര ചോദ്യങ്ങൾ പൊതുവെ RRB ചോദിക്കാറുണ്ട്, ഏതൊക്കെ ഭാഗത്ത് ചോദിക്കാറുണ്ട്, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു 100 മാർക്കിന്റെ പരീക്ഷ പോലെ, RRB ഗ്രൂപ്പ് ഡിയുടെ പരീക്ഷ പോലത്തെ മോക്ക് ടെസ്റ്റുകളും നിങ്ങൾക്ക് വരുന്നുണ്ടോ. ഇങ്ങനെ 3 ലെയറിൽ മോക്ക് ടെസ്റ്റുകളും 3 ലെയറിൽ ക്ലാസ്സുകളും വരുന്നുണ്ടോ. കൂടുതൽ ഗിമിക്കുകളൊന്നുമില്ല. ക്ലാസ് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, ക്ലാസ് കാണുക, ടെസ്റ്റ് ചെയ്യുക. ഇനി ടെസ്റ്റ് ചെയ്യുമ്പോൾ തെറ്റുകൾ തന്നെ വീണ്ടും ക്ലാസ്സുകൾ കാണുക, വീണ്ടും ടെസ്റ്റുകൾ ചെയ്യുക. ഈ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കുകയോ നിങ്ങൾ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ജയിക്കും, നല്ല മാർക്ക് നിങ്ങൾക്ക് കിട്ടും. ഈ ഒരു റൗണ്ട് മാത്രം ആലോചിച്ചാൽ മതി. ഇത് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടായിരിക്കും നമ്മുടെ ക്ലാസ്സുകൾ പോവുക. വേറെ കൂടുതൽ കാര്യങ്ങളും നിങ്ങളെ പറഞ്ഞ് പറ്റിക്കാനോ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങൾ ഇത് രണ്ടും കണ്ടു നോക്കൂ, വിലയിരുത്തൂ, എന്നിട്ട് നമുക്ക് നോക്കാം നമുക്ക് അവിടെ വരെ പോകാൻ പറ്റുമെന്ന്. ഓക്കെ, പിന്നെ നമ്മുടെ കോഴ്സിൽ മെയിൻ ആയിട്ട് ഉണ്ടാവുന്നത് എന്തൊക്കെയാ? നമ്മൾ 3 ലെവൽ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഉണ്ടാവും, പ്രാക്ടീസ് വിത്ത് ഫാക്കൽറ്റി സെഷൻസ് ഉണ്ടാവും, വർക്ക് ബുക്ക് വെച്ചിട്ട് ഫാക്കൽറ്റി ചെയ്യുന്ന സെഷൻസ് ഉണ്ടാവും, പ്രാക്ടീസ് വർക്ക് ബുക്ക് PDF നിങ്ങൾക്ക് തരുന്നുണ്ടാവും, റിവിഷൻ ടെസ്റ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽഡ് റിവിഷൻസ് ഉണ്ടാവും. ഈ 4 കാര്യങ്ങൾ മാത്രമാണോ? ഇതാണ് നമ്മുടെ കോഴ്സിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതല്ലാതെ തന്നെ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി കുറച്ച് ആഡ് ഓൺ കാര്യങ്ങൾ ഉണ്ടാവും. ഏതാ? ഒരു കൊല്ലത്തെ, ഇതിന് മുന്നേ ഈ പരീക്ഷയ്ക്ക് മുന്നേ കുറേ കൊല്ലങ്ങളായിട്ട് വന്ന കറണ്ട് അഫേഴ്സ്, ആനുകാലികം, നമ്മൾ കറണ്ട് അഫേഴ്സ് എന്ന് പറയില്ലേ, ആനുകാലിക വിഷയങ്ങളെ പറ്റിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് PDF നിങ്ങൾക്ക് തരുന്നുണ്ടാവും. അതിന്റെ പേര് സ്കോർ ഈസി കമ്പൈലേഷൻസ്. നിങ്ങൾക്ക് നമ്മുടെ ആപ്പിൽ പോയി കഴിഞ്ഞാൽ കാണാം, കമ്പൈലേഷൻസ് തരുന്നുണ്ടാവും. ക്യൂ കാർഡുകൾ,
ഒരു ക്വസ്റ്റിനെ എങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം, ഇതെല്ലാം നിങ്ങൾ കോഴ്സിൽ വരുമ്പോൾ കാണാൻ പറ്റും. ഞാൻ ഇവിടെ ഒരുപാട് ഡീറ്റെയിൽ ആക്കി സമയം കളയുന്നില്ല. ആഡ് ഓൺ ആയിട്ട് നമ്മുടെ കറണ്ട് അഫയറിന്റെ മെറ്റീരിയൽ ഉണ്ടാവും, ക്യൂ കാർഡുകൾ, ചോദ്യങ്ങളെ കുറച്ചും കൂടെ ഡീകോഡ് ചെയ്ത് ഒരു ചോദ്യത്തിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു രീതിയാണ് ക്യൂ കാർഡുകൾ. നിങ്ങൾക്ക് മനസ്സിലാവും, അതുണ്ടാവും. ഷോർട്ട് നോട്ടിന്റെ സെലക്ട് ചെയ്തിട്ടുള്ള ഏറ്റവും ബുദ്ധിമുട്ടുള്ള സെലക്ട് ചെയ്ത ടോപ്പിക്സിന് വേണ്ടിയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ഉണ്ടാവും. നിങ്ങൾക്ക് ഡൗട്ടുകൾ എന്ത് ചെയ്യാം, വാട്സ്ആപ്പ് സപ്പോർട്ടിലൂടെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഡൗട്ടുകൾ ചോദിക്കാം. ആ ഡൗട്ടുകൾക്ക് ഉത്തരവും നിങ്ങൾക്ക് ടൈംലി ബേസിസിൽ തരുന്നുണ്ടാവും. സോ ഇത്രയും ആഡ് ഓൺ ആയിട്ടുള്ള കാര്യങ്ങളും ഇത്രയും കോഴ്സ് ഹൈലൈറ്റ്സും നമ്മുടെ കയ്യിലുണ്ട്. സോ ബേസിക്കലി ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ, നമ്മൾ കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല. ക്ലാസ് മര്യാദയ്ക്ക് കാണുക, ടെസ്റ്റ് മര്യാദയ്ക്ക് ചെയ്തിരിക്കുക. ഏറ്റവും നല്ല ക്ലാസ്സുകൾ, ഏറ്റവും നല്ല ടെസ്റ്റുകൾ തന്ന് നിങ്ങളെ RRB ഗ്രൂപ്പ് ഡിക്ക് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ഈ കോഴ്സ് കൊണ്ടുള്ള ഉദ്ദേശം. സോ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ, നിങ്ങൾ ഇപ്പോഴേ കോഴ്സ് പർച്ചേസ് ചെയ്യണം എന്നല്ല ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടു നോക്കുക, വിലയിരുത്തുക, എങ്ങനെയുണ്ട് ക്ലാസ്, ഇതെനിക്ക് ഉപകാരപ്പെടുമോ, ഉപകാരപ്പെടും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ ചർച്ച ചെയ്യാം എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന്. സോ ഇത്രയും കാര്യങ്ങൾ എനിക്ക് കോഴ്സിൽ പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 25-ാം തീയതി നമ്മൾ കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എൻക്വയറിക്കായിട്ട് ഈ നമ്പറിൽ വിളിച്ചു ചോദിക്കുക. നമുക്ക് ഈ 2 ആഴ്ചത്തെ ഈ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞ്, അല്ലെങ്കിൽ ഈ 2 ആഴ്ച വരെ കാത്തിരിക്കേണ്ട കാര്യം, അത്രയും ലേറ്റ് ആവരുത് എന്നുള്ളതാണ് നമ്മുടെ സജഷൻ. എത്രയും പെട്ടെന്ന് നമുക്ക് പഠിച്ചു തുടങ്ങാം. കാര്യം ഒരുപാട് ഏരിയ കവർ ചെയ്യാനുണ്ട്. നല്ല കോമ്പറ്റീഷൻ വരും. കഴിഞ്ഞ പ്രാവശ്യം നടത്തിയപ്പോൾ ഏകദേശം 1 കോടിക്ക് മുകളിൽ ആൾക്കാർ എഴുതിയ പരീക്ഷയാണ്. ഈ തവണ ഒഴിവ് കുറഞ്ഞതുകൊണ്ട് കോമ്പറ്റീഷൻ ചിലപ്പോൾ ലേശം കുറയാം, എന്നാലും വലിയ കാര്യമായിട്ടൊന്നും കുറയില്ല. സോ ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം, എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങണം. സോ ഒരുപാട് സമയം കളയാതെ നിങ്ങൾ ക്ലാസ്സുകൾ കണ്ടുനോക്കിയിട്ട് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടാണെങ്കിലും സെൽഫ് പ്രിപ്പറേഷൻ ആണെങ്കിലും എത്രയും പെട്ടെന്ന് തുടങ്ങാം. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള സപ്പോർട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാവർക്കും നമ്മുടെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.